നമസ്കാരം. പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ MA യൂസഫ് അലി സാഹിബ് അദ്ദേഹം ഒരു നല്ല കാര്യം ചെയ്തു. സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊരിക്കൽ കൂടെ ആവശ്യമായ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നൊരു നല്ല പ്രഖ്യാപനമുണ്ടായി. തൃശൂർ ജില്ലയിലെ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റ ആളുകൾക്ക് 50,000 രൂപ അദ്ദേഹം സഹായം പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് 1,00,000 രൂപയും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സഹായം ഉണ്ടാകും. ആ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി. അത് ജില്ലാ കലക്ടർ മുഖേന അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുമെന്നും പറഞ്ഞു. എന്തായാലും അദ്ദേഹം ചെയ്ത ഈ ഒരു നല്ല പ്രവൃത്തി അത് കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഇഷ്ടമുള്ള മലയാളികൾ അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്തെത്തി. അതൊരു സാധാരണ പതിവുള്ള കാര്യമാണ്. എന്നാൽ ചില ആളുകൾ എപ്പോഴും അദ്ദേഹത്തിൽ കുറ്റം കാണും. കൊച്ചി ലുലു മാളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആരാണ് അതൊക്കെ ഉണ്ടാക്കിയത് എന്ന കാര്യം നമുക്ക് കൃത്യമായി അറിയാം. അത്തരത്തിലുള്ള ആളുകൾക്ക് ഇത് സഹിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി. അതായത് അദ്ദേഹം നല്ല കാര്യം ചെയ്യുമ്പോൾ ഇവർക്ക് സഹിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റു ചില പ്രചരണങ്ങൾ നടത്തി. നേരിട്ട് MA യൂസഫ് അലി സാഹിബിനെ കുറ്റം പറഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും എന്നറിയാവുന്നത് കൊണ്ടാണ് ഇവിടെ ചില സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ മറ്റു ചില പ്രചരണങ്ങൾ നടത്തിയത്. അതിലൊന്ന്, ഇവിടെ അറബ് ഭക്ഷണങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകളുമായി ബന്ധപ്പെട്ടാണ് അവർ വിവാദമുണ്ടാക്കാൻ നോക്കിയത്. മറ്റൊന്നും പറയാനില്ല. മറ്റൊരു വ്യക്തി സിനിമാ സംവിധായകനായിട്ടുള്ള വിജി തമ്പിയാണ്. അദ്ദേഹം പറഞ്ഞത് ഇവിടെ 100 കോടി രൂപ മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്ക് ഓഫർ ഉണ്ടായിരുന്നു ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ എന്ന ഒരു നനഞ്ഞ പടക്കമാണ് വിജി തമ്പി പൊട്ടിച്ചത്. ഇതിന് പിന്നിലൊക്കെ കൃത്യമായ അജണ്ടകളുണ്ട്. MA യൂസഫ് അലി സാഹിബ് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. MA യൂസഫ് അലി സാഹിബ് ചെയ്ത നല്ല പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ജാതിമത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും അദ്ദേഹത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയപ്പോൾ ഇത് അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ, ഇതിന് തടയിടാൻ മറ്റെന്തെങ്കിലും മാർഗം കണ്ടെത്തിയേ മതിയാകൂ എന്നവർ ചിന്തിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങളൊക്കെ നടത്തിയത്. നേരത്തെ ചില പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. ആ പ്രചരണങ്ങളൊക്കെ ഒരിക്കൽ കൂടെ കുത്തിപ്പോക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തി. എന്തായാലും എനിക്ക് വിജി തമ്പിയെ പോലുള്ള ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമുദായത്തെ പറയിപ്പിക്കരുത്. നിങ്ങളുടെ സമുദായത്തിലുള്ള ഒരുപാട് നല്ല ആളുകളുണ്ട്. അവർക്കൊക്കെയാണ് നിങ്ങൾ കാരണം കൊണ്ട് ചീത്തപ്പേരുണ്ടാകുന്നത്. നിങ്ങളുടെ ബന്ധുക്കൾക്കാണ് ചീത്തപ്പേരുണ്ടാകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിൽ നിന്ന് അവനെ മാറ്റാൻ 100 കോടിയല്ല 1000 കോടി കൊടുത്താലും കഴിയില്ല. ഞാനൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. എന്റെ വിശ്വാസം എന്റെ മനസ്സിലാണ്. എന്റെ മനസ്സ് മാറ്റാൻ ഒരു വ്യക്തി 100 കോടി ഓഫർ ചെയ്തത് കൊണ്ടൊന്നും എന്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല. ഇനി ഒരു വ്യക്തി 100 കോടി ഓഫറുമായി എൻ്റെ അടുത്ത് വരുന്നുണ്ടെങ്കിൽ എന്നെ മാറ്റാൻ കഴിയും എന്ന ഒരു വിശ്വാസം ആ വരുന്ന വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അത് എന്റെ കുഴപ്പമാണ്. അതായത് ഞാൻ കൃത്യമായി വിശ്വാസിയല്ല, ഒരു കപട വിശ്വാസിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്, ആരാണ് കൊടുക്കാമെന്ന് പറഞ്ഞതെങ്കിൽ ഈ കൊടുക്കാമെന്ന് പറഞ്ഞതിനേക്കാൾ ഇത്തരത്തിലൊരു ഓഫർ സ്വീകരിക്കാമെന്ന് പറഞ്ഞ ആളെ കൊടുക്കാമെന്ന് പറഞ്ഞ ആൾ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് പറയിപ്പിക്കരുത് എന്നാണ് എനിക്ക് വിജി തമ്പിയോട് പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ അറബ് ഭക്ഷണം വിളമ്പുന്ന ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണമെന്നാണ് BJP NIA ആവശ്യപ്പെട്ടിരിക്കുന്നത്. എവിടെയാണ് പിടിച്ചു കയറാൻ പറ്റുക, ഒരു കച്ചിത്തുരുപ്പ് എവിടെയാണ് കിട്ടുക എന്ന് നോക്കി നടക്കുമ്പോഴാണ് ആലപ്പുഴ ചേർത്തലയിലെ മന്തി വിവാദമൊക്കെ ഉണ്ടാകുന്നത്. മാന്തി കുരുവാക്കി പൊട്ടിച്ച് ഇപ്പോൾ വീണ്ടും അത് ഒരു വ്രണമാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ സംഘപരിവാറുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്നാണാവോ ചൈനീസ് ഭക്ഷണം വിളമ്പുന്ന റെസ്റ്റോറന്റുകൾക്കെതിരെ ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവരൊക്കെ രംഗത്തെത്തുന്നത് പറയാൻ കഴിയില്ല. ഇവരൊക്കെ അതും ചെയ്യും, അതിലപ്പുറവും ചെയ്യും.